നമസ്കാരം. ധനേഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ നമ്മുടെ സലീമേട്ടനും കൂടെ പോയില്ലേ, എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എന്ത് പറയാനാ? ഇത്ര നല്ല മനുഷ്യൻ, നല്ല കോമഡി ആർട്ടിസ്റ്റ്, സ്വഭാവ നടൻ, വളരെ നല്ല ആർട്ടിസ്റ്റ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഏത് നിമിഷം മരണത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കരൾ ഒരു വട്ടം മാറ്റി വെച്ചതാണ്, പിന്നെ പറയുന്ന പോലെ വീണ്ടും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അദ്ദേഹം പറയുന്നു 3 മാസം അയാൾ സുഹൃത്തുക്കളിൽ നിർത്തിയിട്ടെന്ന് പറയുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞാണെന്ത്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത് വലിയ വലിയ കലാകാരൻ തന്നെയാണ്. എല്ലാവരും പോയി, ഇനിയിപ്പോൾ ആരുണ്ട്? എല്ലാവരും മണിച്ചേട്ടനാകട്ടെ, ശങ്കരാടി, ഒടുവിൽ നെടുമുടി വേണിച്ചേരി, ഇന്നസെൻ്റ്, എന്തോ പറയേണ്ടതൊന്നും, ശ്രീനിവാസൻ, അതിൽ അവരുടെയൊക്കെ ആ ഒരു 90s കാലഘട്ടത്തിലൊക്കെ നല്ല അടിപൊളി പടങ്ങളൊക്കെ, അവരുടെ സിനിമകൾ കാണാനും നമ്മളുടെ ഒരു ഈ ഒരു പ്രായത്തിൽ ആ സിനിമ കണ്ട് ആസ്വദിക്കാനും തിയേറ്ററിലൊക്കെ പോയി ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു നമ്മളുടെ മുഹൂർത്തങ്ങളും നല്ല നിമിഷങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മളുടെയൊക്കെ അച്ഛനമ്മമാർ നമുക്ക് പ്രേം നസീർ എന്തായിരുന്നു, അല്ല ജയൻ എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നത് പോലെ ഈ കലാകാരന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ.